നരേന്ദ്രമോദി പ്രസംഗിച്ച വേദിയിൽ ഒറ്റയ്ക്ക് മാറി നിന്നത് വിവാദമായതിന് പിന്നാലെ വിശദീകരണവുമായി ബി.ജെ.പി. കൗൺസിലർ ആർ. ശ്രീലേഖ. IPS പരിശീലന കാലത്തെ അച്ചടക്കത്തിന്റെ ഓർമ്മയിലാണ് VVIP എൻട്രൻസിനടുത്തേക്ക് പോകാതിരുന്നത് എന്നാണ് വിശദീകരണം. ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ലെന്നും ശ്രീലേഖ പറഞ്ഞു. അതേസമയം വിമാനത്താവളത്തിലെ സ്വീകരണ ചടങ്ങിൽ മേയർ VV രാജേഷിനെ മാറ്റി നിർത്തിയതിൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്ക് വേദിയിൽ ഇരിപ്പിടം ലഭിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ടാണ്. എനിക്ക് രാഷ്ട്രീയം പുതിയതാണ്. 33.5 വർഷം പരിശീലിച്ചതും ചെയ്തതും ഒക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയായിരുന്നു. വളരെയധികം VVIP ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക, അവിടെ തന്നെ നിലയുറപ്പിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ എന്റെ സ്ഥാനത്ത് മാത്രം ഇരിക്കുകയാണ് ചെയ്തത്. VVIP എൻട്രൻസിലൂടെ കയറി വന്ന അദ്ദേഹം അതേ എൻട്രൻസിലൂടെ പോകുമ്പോൾ ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിന്നത്. മാധ്യമ ചാനലുകളിലും വളരെയധികം മോശമായ രീതിയിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ച് കണ്ടു. ഇതിലാരും വെറുതെ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ, എപ്പോഴും BJPക്കൊപ്പം. TV പ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രസാദ്, ആ വേദിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം BJP നേതാക്കളെല്ലാം ഒരു വശത്തേക്ക് ഇങ്ങനെ നീങ്ങുമ്പോൾ ആ മൂലയിൽ ഒറ്റയ്ക്ക് ശ്രീലേഖ ഇങ്ങനെ നിൽക്കുന്നത് വ്യക്തമായി കാണാം. അത് താൻ ശീലിച്ച ഒരു അച്ചടക്കത്തിന്റെ ഭാഗമാണെന്നാണോ പതിവ് പോലെ വിവാദമായതിനു ശേഷം സ്വന്തം സമൂഹ മാധ്യമത്തിലൂടെ വന്ന് ശ്രീലേഖ പറഞ്ഞത്? മാത്രമല്ല, ഈ VV രാജേഷിനെ സ്വീകരിക്കാനുള്ള ആ ചടങ്ങിൽ പങ്കെടുപ്പിക്കാത്തതിലും ഇതിലൊക്കെ ഒരു വിഭാഗീയത പ്രകടമാവുകയാണോ? ഗുഡ് മോർണിംഗ് റോഷ്നി, ആര്യ. ഇപ്പോൾ അച്ചടക്കമാണ് ആർ. ശ്രീലേഖ പറയുന്നത് എന്നുള്ളതാണ് തീർച്ചും ആർക്കും ഞെട്ടലുണ്ടാക്കുന്ന ഒരു വിശദീകരണമാണ് ആർ. ശ്രീലേഖ നടത്തിയത് എന്നതാണ്. സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, പ്രത്യേകിച്ച് അവരുടെ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹം വരുന്ന സമയത്ത് നേതാക്കന്മാരെല്ലാം വരിക, വേദിയിലേക്ക് സ്വീകരിക്കുക എന്നുള്ളത് അതൊരു പതിവുള്ള രീതിയാണ്. അതിൽ ഈ പറയുന്നത് പോലെ 30-32 വർഷത്തെയോ പോലീസ് അനുഭവം കൊണ്ട് അത് ഉണ്ടാവില്ല എന്ന് പറയുന്നത് തീരെ ശരിയുമല്ല. കാരണം അവർ DGP ഒക്കെ ആവുന്ന സമയത്ത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയൊക്കെ ഒരു ചടങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കും അങ്ങനെ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകും. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ മേയർ സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു. വെറും കൗൺസിലർ ആകാനല്ല താൻ മത്സരിച്ചത് എന്ന് തുറന്നു പറഞ്ഞതിന് പിന്നാലെ അത് വലിയ വാർത്തയായി. വലിയ വാർത്തയായതിന് പിന്നാലെ 2 മൊബൈൽ ഫോണിൻ്റെ കഥ പറഞ്ഞിട്ടാണ് അത് വിശദീകരിക്കുകയുണ്ടായി. അതായത് മാധ്യമപ്രവർത്തകരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് അന്ന് വിശദീകരിച്ചത്. ഇന്നും അതിൽ മാറ്റമില്ല. നമ്മൾ ആ ദൃശ്യങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, പ്രത്യേകിച്ച് ഇവർ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അവർ ആ വേദിയിൽ അവർ മാത്രം മാറി നിൽക്കുന്നു, പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ആര് കണ്ടാലും അതൊരു ആതിഥ്യ മര്യാദയുടെ പ്രശ്നം കൂടിയായി അതിനെ കാണും എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായി അടുത്തേക്ക് പോവുക എന്നുള്ളതാണ്. അതല്ലാതെ ശ്രീലേഖ പറയുന്നത് പോലെ ഓരോ ആളുകളും പേര് വിളിച്ചിട്ടല്ല അങ്ങോട്ടേക്ക് പോയി അങ്ങനെ സ്വീകരിക്കുന്നത്. അതൊരു ആതിഥ്യ മര്യാദയുടെ കൂടി ഭാഗമായിട്ടാണ്. മാത്രവുമല്ല, പാർട്ടി പദവി, പാർട്ടി ചുമതല വഹിക്കുന്ന ആൾക്ക് അവരുടെ നേതാവ് വരുമ്പോൾ അവരെ സ്വീകരിക്കുക എന്ന് പറയുന്നത് അവരുടെ പ്രാഥമിക കടമ കൂടിയാണ്. ഇപ്പോൾ നേരത്തെ മേയർ വിവാദത്തിനെ തുടർന്ന് എന്താണോ ശ്രീലേഖ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും. അതായത് വലിയ വാർത്തയായി വരുമ്പോൾ അതെല്ലാം മാധ്യമങ്ങൾ ചെയ്ത കുറ്റമായി മാധ്യമങ്ങളുടെ തലയിൽ അടിച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രീലേഖ വീണ്ടും അടുത്ത വിവാദത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മേയറെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ അനുവദിക്കാത്തത് സംബന്ധിച്ചാണ്. ഇന്നലെ സംസ്ഥാനം കൊടുത്ത പട്ടികയിൽ ഉൾപ്പെടെ VV രാജേഷിൻ്റെ പേരുണ്ടായിരുന്നു. കാരണം പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ വരുമ്പോഴെല്ലാം കഴിഞ്ഞ കാല ചരിത്രം വെച്ച് നോക്കിയാൽ നഗരപിതാവ് എന്ന നിലയിൽ മേയർ സ്വീകരിക്കാറുണ്ട്. നേരത്തെ ഇതേ നരേന്ദ്രമോദി വന്ന ഘട്ടങ്ങളിലെല്ലാം ആര്യ രാജേന്ദ്രൻ സ്വീകരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എന്നിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതിൻ്റെ പേരിലാണ് VV രാജേഷിനെ ഈ സ്വീകരണ ചടങ്ങിൽ നിന്നും മാറ്റിയത് എന്നുള്ളതാണ് BJP നേതൃത്വം പറയുന്ന വിശദീകരണം. പക്ഷേ ഇത് വിവാദമാക്കേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് VV രാജേഷ് പറയുന്നത്. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം വലിയ പ്രചരണ വിഷയമാക്കിയത് ഇനിയിപ്പോൾ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി വരുമ്പോൾ BJPയുടെ മേയറായിരിക്കും സ്വീകരിക്കുക എന്ന നിലയിൽ കോർപ്പറേഷൻ ഭരണം പിടിക്കും എന്ന
പ്രചരണത്തിന്റെ കൂടെ BJP പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് നടന്നില്ല. അത് വലിയ അസംതൃപ്തി പാർട്ടിയിലെ ഒരു വിഭാഗത്തിനുണ്ട്. നമുക്കറിയാവുന്നതുപോലെ VV രാജേഷിനെ മേയറാക്കാതിരിക്കാനും ശ്രീലേഖയെ മേയറാക്കാനും രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് വലിയ ചർച്ചകളുണ്ടായിരുന്നു. അത് തന്നെയാണോ ഇതിലും ആവർത്തിച്ചത് എന്നതാണ് ഒരു വിഭാഗം നേതാക്കൾ പ്രധാനമായും ചോദിക്കുന്നത്. റോഷ്നി, ആര്യ. ശരി, TV പ്രസാദാണ് വിശദാംശങ്ങൾ.